ഈ ചെറിയ കുട്ടികളിൽ നല്ല ശക്തിയായിട്ടുള്ള പനി വരുന്ന സമയത്ത് അപസ്മാരം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അപസ്മാരം വന്നിട്ടുള്ള ഒരു കുട്ടിയുടെ വീഡിയോ ആണിത്. ഇതിനെ ഫെബ്രൈൽ സീഷർ എന്നാ പറയാം. അതായത് 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പനി വരുന്ന സമയത്ത് അവർക്ക് അപസ്മാരം വരുന്നു. പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ തലയിലുള്ള ചെറിയൊരു ചൂടൊന്നല്ല, നല്ല ശക്തിയായിട്ടുള്ള പനി, നമ്മൾ പൊള്ളുന്ന പനി എന്നൊക്കെ പറയാറില്ലേ, അതുപോലത്തെ. ഒരു ഡിജിറ്റൽ തെർമോമീറ്ററിൽ ഒരു 102 അല്ലെങ്കിൽ ഒരു 103 ഡിഗ്രി ഫാരൻഹീറ്റിനൊക്കെ മുകളിലുള്ള പനി. അപ്പൊ ഈ ശക്തമായിട്ടുള്ള പനിയെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ഒന്നാമതായിട്ട് കുട്ടിയുടെ ദേഹം മൊത്തം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് തുടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എന്താ എല്ലാവരും ചെയ്യാറ്? കുട്ടികൾക്ക് പനി വരുന്ന സമയത്ത് ഒരു ചെറിയ തുണി എടുത്തിട്ട് നെറ്റിയിൽ ഇങ്ങനെ നനച്ചിട്ട് ഇടാറുണ്ട്. പക്ഷെ അത് അത്ര എഫക്റ്റീവ് അല്ല. നമ്മൾ ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ ഒരു ചെറിയ തുണി മുക്കിയിട്ട് ശരീരം മൊത്തം തുടക്കണം. അതിനായിട്ട് ഐസ് വാട്ടർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. രണ്ടാമതായിട്ട് കുട്ടികൾക്ക് കൃത്യമായ ഡോസിൽ പാരസെറ്റമോൾ കൊടുക്കുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശക്തമായിട്ടുള്ള പനി ഒരുവിധം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷവും കുട്ടിക്ക് അഥവാ പെട്ടെന്ന് അപസ്മാരം വന്നു, വീട്ടിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, അപ്പൊ എന്താ ചെയ്യാൻ നമുക്ക് പറ്റുക? പെട്ടെന്ന് കുട്ടിയെ ചെരിച്ചു കിടത്തുക. ചെരിച്ചു കിടത്തുമ്പോൾ കുട്ടിയുടെ വായിലെ ഉമിനീര് അല്ലെങ്കിൽ ഛർദിലൊക്കെ അപസ്മാരത്തിന്റെ സമയത്ത് ശ്വാസനാളത്തിൽ പോയിട്ട് ശ്വാസതടസ്സം ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്.